പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റായ മിക്സ്ഡ് വെജിറ്റബിൾ സ്റ്റൂവും അതുപോലെ തന്നെ രാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ കറുത്തപ്പവുമാണ് കേട്ടോ. വെള്ളപ്പം എന്ന് പറയാൻ പറ്റില്ലല്ലോ, കറുത്തപ്പമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ രാഗിപ്പൊടി കൊണ്ട് ഇതുപോലുള്ള അപ്പം ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോയ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കട്ടോ. അപ്പോൾ ഈ രാഗിപ്പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം ഇതുപോലെ മാവ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഞാൻ തലേ ദിവസം ഇതുപോലെ മാവ് റെഡിയാക്കി വെച്ചില്ല. അപ്പോൾ രാവിലെ ഒരു 5:45 കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് രാഗിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് എള്ളം ചുടുവെള്ളം ഒരു കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ മിക്സിയിലിട്ട് അരക്കണ്ട. ഇതിങ്ങനെ നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് ചെയ്താലും മതി. ഇനിയിപ്പോൾ ആ ഒരു പാത്രം കൂടി കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സിയിൽ ജാറിലിട്ട് തന്നെ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തം 2 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആയാൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മിക്സിയുടെ അടപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഇതിൽ നമുക്ക് വെള്ളമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ വെള്ളം ചേർക്കണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 കപ്പ് ചോറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 കപ്പ് രാഗിപ്പൊടിയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് നമ്മൾ 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ തേങ്ങയും അതുപോലെ ചോറൊക്കെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഈ വെള്ളം ഉണ്ടല്ലോ, അത് മുഴുവനും നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കാരണം തേങ്ങയും അതുപോലെ ആ ചോറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കണം. ഇതിലിപ്പോൾ ചോറും തേങ്ങയും നല്ലപോലെ അരഞ്ഞാൽ മതി. രാഗിപ്പൊടി പിന്നെ പൊടിയാണല്ലോ നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇത് കണ്ടോ, നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചതൊക്കെ ഇതിലോട്ട് പോകുന്നോളും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം പാകാക്കി കൊടുക്കുക. നമുക്ക് വെള്ളപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈസ്റ്റൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ പൊങ്ങി വരാൻ എന്തായാലും മിനിമം 2 മണിക്കൂർ പിടിക്കും. തലേന്ന് രാത്രി ചെയ്ത് വെക്കാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്ന സമയം വരെ ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു 8 മണിക്ക് ചുടാൻ തുടങ്ങിയാൽ മതി. 6 മണിയായപ്പോഴേക്കും മാവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ സ്റ്റൂക്ക് വേണ്ട പച്ചക്കറികൾ കട്ട് ചെയ്യുകയാണ്. സവാളയും അതുപോലെ പൊട്ടാറ്റയും ഒരു ക്യാരറ്റും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് 3ഉം കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നല്ല മുരിഞ്ഞ് നല്ല മണം വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. സവാള നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ആ ഒരു ടൈം വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഉണ്ടായിരുന്നു 3 എണ്ണം, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ പച്ചമുളകിൻ്റെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. പൊട്ടാറ്റോക്ക് കുറച്ച് കൂടുതൽ വേവുള്ളത് കൊണ്ടാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. പൊട്ടാറ്റോ കുറച്ച് പകുതി വേവാകുന്ന സമയത്ത് ക്യാരറ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സുർക്ക കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, സുർക്കയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഈ സവാള വേവാനുള്ള ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു അധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5-6 മിനിറ്റോളം ഇതുപോലെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. ആ സമയത്ത് തന്നെ നമ്മുടെ ക്യാരറ്റും അതുപോലെ പൊട്ടാറ്റോ ഒക്കെ അത്യാവശ്യം നല്ലപോലെ വന്നിട്ടുണ്ടാവും. അത് അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. വേറെ ഒരു മസാല പൗഡറും ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതൊരു എത്രയാണോ നമുക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ചുള്ള രീതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളക്കാൻ പാടില്ല. തിള വന്നു കഴിഞ്ഞാൽ ഇത് ആകെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതിലോട്ട് മല്ലിയില ചേർത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ഇതുവരെയും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്, ഓവറായിട്ട് പൊങ്ങിയിട്ടില്ല. എന്നാലും നമുക്കൊന്ന് ചുട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു ഫ്രൈ പാനിൽ ഒരു ആപ്പാക്കിയിട്ടാണ് ചുടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 രീതിക്ക് ചുടാം. ഞാൻ വെള്ളപ്പച്ചട്ടിയിലും ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈ പാൻ ചൂടാവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഹോൾസ് ഇങ്ങനെ ഇതുപോലെ വരുമല്ലോ. അപ്പോൾ വരുന്ന സമയത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. രാഗി വെള്ളപ്പായതുകൊണ്ട് തന്നെ അധികം വേവൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വെള്ളപ്പച്ചട്ടിയിൽ ചുട്ടിട്ടും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ രാഗിപ്പൊടി വെച്ചിട്ടും അതുപോലെ ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് വെള്ളപ്പം എന്ന് പറയാൻ പറ്റില്ല, കറുത്തപ്പായിട്ടോ. ഇനിയിപ്പോൾ രാഗിപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ. കാരണം നല്ല ടേസ്റ്റാണ്. പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. ഷുഗർ ഇടുന്ന സമയത്ത് അത് ഒഴിവാക്കിയാൽ മതി പ്രമേഹ രോഗികൾക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറുത്ത അപ്പവും അതുപോലെ തന്നെ വെളുത്ത കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ കല്യാണം ഉണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും 10 മണിക്ക് തന്നെ അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ വേഗം കിച്ചണിൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് വേഗം കുളിച്ച് ഒരുങ്ങിയിട്ട് വേണം കല്യാണത്തിന് പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം വേണ്ട കിച്ചണിൽ, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. കോഴിക്കോടാണ് കേട്ടോ കല്യാണം. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ലഞ്ച്. അതുകൊണ്ട് തന്നെ ലഞ്ച് വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ശരിക്കുള്ള കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒരു വ്ളോഗായിട്ട് ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വ്ളോഗിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിലൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും മൂത്താപ്പാൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഇവിടെ കോഴിക്കോട് നെല്ലളത്താണ് കേട്ടോ ഇത് സ്ഥലം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മലപ്പുറത്തുനിന്ന് വേങ്ങരന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ 12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ സെഷനാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ 4 മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തിയപ്പോഴൊക്കെ. ഇവിടുന്ന് പിരിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരെയും കുടുംബക്കാരെയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു മനസ്സിന് നല്ല സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.